ഇതേ ചെസ്റ്റ്നട്ട് ആണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ട് കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ്. ജസ്റ്റ് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് ബോയിൽ ചെയ്ത് കഴിച്ച് നോക്കാം. അടിപൊളിയാന്നാണ് പറയണേ. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നട്ടാണ് ട്ടോ. നട്ടില് ഭയങ്കര റെയർ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. പക്ഷേ ഈ നട്ടില് നിറച്ചും വൈറ്റമിൻ സി ഉണ്ട്. ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള നട്ടും ആണ്. അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. പുറത്തുനിന്ന് ഇങ്ങനെ പുഴുങ്ങിയതൊക്കെ ഞാൻ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ചക്കക്കുരുവിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ചുട്ടെടുത്ത കപ്പയൊക്കെ ഇല്ലേ ആ ഒരു ടേസ്റ്റാണ്. ബട്ട് വിത്ത് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഷുഗർ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് വാഷ് ചെയ്തെടുക്കണം. അതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു സുഷിരം പോലെയുള്ള ഭാഗത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടാവും ട്ടോ. അതുകൊണ്ട് നല്ലപോലെ വാഷ് ചെയ്ത് 2, 3 വട്ടം വാഷ് ചെയ്തിട്ട് എടുക്കുക ഇത്. അതുപോലെ ഓരോന്നും എടുത്തിട്ട് ഇതേപോലെ അങ്ങ് വാഷ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അതിൽ നിന്ന് പോകത്തില്ല. നല്ല കട്ടിയുള്ള തോടാണ് കേട്ടോ ഇതിൻ്റെ. നമ്മുടെ തേങ്ങയുടെയൊക്കെ ചകിരി പോലെ. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി വാട്ടർ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട. ഉപ്പോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് വെള്ളം എടുക്കുന്നു. ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം എടുക്കുന്നു. അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ്സ് വേവിക്കാം. കുറച്ച് വലിയ സൈസിലുള്ളതാണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് വരെയൊക്കെ വേവിക്കാം കേട്ടോ. വേവിച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ അപ്പം തന്നെ എടുക്കണം. എടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. നോർമൽ ടാപ്പ് വാട്ടറാണ് ഞാൻ ഒഴിക്കുന്നത് ഇതിലേക്ക്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് അപ്പം തന്നെ ചൂടോടെ കഴിക്കാനായിട്ട് പറ്റും. സോ നന്നായിട്ട് ഇതേപോലെ ഒന്നുകൂടി ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ കൈ പൊള്ളും കേട്ടോ. അപ്പോൾ ബി കെയർഫുൾ. അതുപോലെ ഇങ്ങനെ വേവിച്ചെടുത്ത നമ്മുടെ ചെസ്റ്റ്നട്ട് കട്ട് ചെയ്തെടുക്കാം കത്തി വെച്ചിട്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഇങ്ങനെ സ്കൂപ്പ് ചെയ്താണ് കേട്ടോ കഴിക്കേണ്ടത്. കൊറിയൻസിൻ്റെയൊക്കെ വീഡിയോയിൽ ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്നത്. അത് കണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കാനായിട്ട് മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ ഡിയേഴ്സ്.